അദ്ദേഹം ജോലി ചെയ്യുന്നത് മമ്പുറം മഖാമിലെ ആ ജാറത്തിങ്ങിലെ ഏറ്റവും വലിയ അവിടുത്തെ കാർമ്മികനായിക്കൊണ്ട്, അഥവാ അതിന് പറയേണ്ടുന്ന പദമതല്ല, പക്ഷേ പിതാവ് പറയുന്നത് നീ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി പൂജാരി എന്ന് പറയരുത് എന്ന, അതുകൊണ്ട് ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല. അപ്പോ സ്വന്തം ബാപ്പക്ക് ഫൈസൽ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് പുരോഹിതൻ കൊടുക്കുന്ന ഒരു മാക്സിമം മര്യാദ, ആള് പൂജാരിയാണെങ്കിലും പൂജാരി എന്ന് പറയണില്ല എന്നാണ്. ആ തങ്ങൾ പാപ്പ ആ ബാപ്പാന്റെ അടുത്ത് കയ്യും പൊന്തിച്ചു ദ്വാരക്കുമ്പോൾ അതേ പൂജാരിയായ ബാപ്പയുടെ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ഉസുറും പൊളിയില്ലാതെ ഉയരങ്ങളിലേക്ക് കൈ ഉയർത്തിയത് കണ്ടോ മുസ്ലിമീങ്ങളെ? മുസ്ലിമീങ്ങളെ, ശിർക്കാരോപണം വലിയ അപകടമാണ്. സ്വന്തം ബാപ്പക്കെതിരെ, ഗുരുവര്യന്മാർക്കെതിരെ ശിർക്കാരോപണം ഉന്നയിച്ചിട്ടാണ് വഹാബി പ്രസ്ഥാനം ആരംഭിച്ചത്. എന്തിന്റെ പേരിലാ ശിർക്കാരോപിച്ചത്? മുസ്ലിം സമുദായം ബറക്കത്തുള്ള സ്ഥലങ്ങളെ കണ്ടിട്ടുണ്ട്, ബറക്കത്തുള്ള മഹാന്മാരെ ആദരിച്ചിട്ടുണ്ട്, അവർക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് കറാമത്തിന്റെ ബഹുമാനങ്ങൾ നമ്മൾ ആദരിച്ച് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ പേരിൽ നിർബാധ കരിമ്പും തോട്ടത്തിൽ കയറിയ കാട്ടാനക്കൂട്ടം കണക്ക് മുഖം നോക്കാതെ ബാപ്പയെയും ഉമ്മയെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വിശുദ്ധ വചനത്തിലെ അലിഫ് എന്ന ആദ്യാക്ഷരം ജീവിതത്തിലേക്ക് ചേർത്തി എഴുതി പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരെയൊക്കെ മുശ്രിക്കാക്കി. എന്തിന്റെ പേരിൽ? മമ്പറത്ത് പോയതിന്റെ പേരിൽ. ഒരു മൗലവി പറയണേ, മമ്പറം മക്കാമിൽ കിടത്തിയ വിഗ്രഹം, അവിടെ സിയാറത്തിന് പോണോ, വിഗ്രഹത്തിനെ ആരാധിക്കാൻ പോണോനാണ് ആ മൗലവിയുടെ വിശദീകരണം. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അപ്പൊ സ്വാഭാവികമായും മമ്പറം മക്കാമിൽ ഒരാൾ സിയാറത്തിന് പോയാൽ വിഗ്രഹത്തെ പൂജിക്കാൻ പോയ ആളാണ്. അതാണ് വെളിയങ്കോട്ടമ്പർ മൗലവി സൽസബീലിൽ എഴുതിയത്. മദീന മുനവ്വറ ഒരാൾ സന്ദർശിക്കാൻ പോയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം തേടി ഒരാൾ മദീനയിലേക്ക് സിയാറത്തിന് പോയാൽ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരെക്കാളിലും ഇസ്ലാമിക വീക്ഷണത്തിൽ ശിർക്ക് ചെയ്ത ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും മമ്പറത്ത് പോകുന്ന പിതാവിനെ വഹാബികൾ തെരുവിൽ വന്ന് മുശ്രിക്കാക്കാണ്. എത്രത്തോളം? ഇന്നത്തെ വഹാബി പുരോഹിതനായ ഫൈസൽ മൗലവി, അയാൾ അങ്ങാടിയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. അയാളുടെ ബാപ്പ് ഒരു ഫൈസിയാണ്, കുറെ കാലം മുദരിസാൻ, ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ നിരന്തരമായി മമ്പുറം സിയാറത്തിന് പോയ ആളാണ്. ആ പിതാവിനെ സംബന്ധിച്ച് അങ്ങാടിയിൽ വന്ന് ഫൈസൽ മൗലവി പ്രസംഗിക്കണ എന്താണ്? എന്റെ വാപ്പ മമ്പറത്തെ സിയാറത്തിന് പോണ ആളാണ്, പക്ഷെ എന്റെ വാപ്പഞ്ഞോട് ഇന്ന എന്ത് തെറിയും പറഞ്ഞോ, പൂജാരി എന്ന് മാത്രം പറയരുത് എന്നെന്റെ ബാപ്പ പറഞ്ഞതുകൊണ്ട് മാത്രം മൗലവിയുടെ ഒരു ഔദാര്യത്തിൽ ബാപ്പാനെ പൂജാരി എന്ന് വിളിക്കുകയാണ് എന്നാണ് മൗലവി പ്രസംഗിക്കുന്നത്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എന്റെ പിതാവ് പട്ടിക്കാട് ജാമ്യാനുലിയയിൽ നിന്നു ഒന്നാമത്തെ ബാച്ചിൽ ഫൈസി ബിരുദം വാങ്ങിക്കൊണ്ടു പുറത്തിറങ്ങുകയും ദീർഘമായ 36 വർഷക്കാലം മുദരിസായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തയാളാണ്. ഇന്ന് സംഘടനമെന്ന് പറയട്ടെ, അദ്ദേഹം ജോലി ചെയ്യുന്നത് മമ്പുറം മഖാമിലെ ആ ജാറത്തിങ്ങിലെ ഏറ്റവും വലിയ അവിടുത്തെ കാർമ്മികനായിക്കൊണ്ട്, അഥവാ അതിന് പറയേണ്ടുന്ന പദമതല്ല, പക്ഷേ പിതാവ് പറയുന്നത് നീ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി പൂജാരി എന്ന് പറയരുത് എന്ന, അതുകൊണ്ട് ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല. അപ്പോ സ്വന്തം ബാപ്പക്ക് ഫൈസൽ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് പുരോഹിതൻ കൊടുക്കുന്ന ഒരു മാക്സിമം മര്യാദ, ആള് പൂജാരിയാണെങ്കിലും പൂജാരി എന്ന് പറയണില്ല എന്നാണ്. അപ്പോ ഫലത്തിൽ എന്തായി? ബാപ്പാനെ പൂജാരിയായി അങ്ങാടിയിൽ പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു ഫൈസൽ മൗലവിന്റെ കഥയല്ല. വഹാബി ഗ്രൂപ്പിൽ, വഹാബി പ്രസ്ഥാനത്തിൽ ഇന്നോ ഇന്നലകളിലോ എത്തിപ്പെട്ട ഏതൊരു മുസ്ലിം നാമധാരിയും ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ട ശാപം ഗുരുത്തക്കോട് ഇതാണ്. നിങ്ങൾക്ക് അറിയോ, ഒരു വഹാബി എന്താ നമ്മളിതൊക്കെ എത്ര അണ്ണാക്ക് തള്ളിക്കൊടുത്താലും ഇങ്ങോട്ട് മടങ്ങാത്തത്? ഈ കുരുത്തക്കേട് വാങ്ങിയിട്ട് അങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നത്. ഇനി അയാൾ പറയുന്നുണ്ട്, ബാപ്പ മുശ്രിക്കായതുകൊണ്ട് ഫൈസൽ മൗലവിയും പെണ്ണുങ്ങളും 14 കൊല്ലം ബാപ്പാന്റെ അടുത്ത് ജീവിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. എത്രത്തോളം? ബാപ്പഞ്ഞിപ്പോ അമുസ്ലിം ആണെങ്കിൽ തന്നെ മുസ്ലിമായ മകന് ബാപ്പാന്റെ ഒപ്പം താമസിക്കണീന് വല്ല തടസ്സമുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ മൗലവി പറയാണ്, ബാപ്പ തൗഹീദില്ലാത്ത ആളായതുകൊണ്ട്, എനിക്ക് തൗഹീദ് കിട്ടിയതുകൊണ്ട് 14 കൊല്ലമായി ഞാൻ ബാപ്പാന്റെ അടുത്തേക്ക് പോകാതെ വേറെ താമസിക്കുകയാണ്. ഫൈസൽ മൗലവി എന്ന് പറഞ്ഞൊരു മൗലവി ഉണ്ട് കേരളത്തിൽ, നിങ്ങൾക്ക് അറിയില്ല. അയാള് കുറെ കാലം സുന്നിയായി ജീവിച്ചു, അയാളുടെ ഭാഷയിൽ മുശ്രിക്കായി ജീവിച്ചു. അങ്ങനെ പിന്നീട് തൗഹീദൊക്കെ കിട്ടി,
തൗഹീദ് കിട്ടിയപ്പോ പിന്നെ ബാപ്പ സുന്നി ആയതുകൊണ്ട് കൂടെ നിൽക്കാൻ വെച്ച. ബാപ്പ സുന്നി എന്ന് മാത്രമല്ല, വഹാബികളുടെ ഭാഷയിൽ മമ്പറത്ത് കടത്തിയ വിഗ്രഹമാണ്, സിയാറത്തിന് പോണം, പൂജാരിയാണ്. അപ്പൊ ഇയാളെ ബാപ്പയാണെങ്കിലോ നിരന്തരമായി തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് മമ്പറത്ത് സിയാറത്ത് ചെയ്യണ ഇയാളെ ഭാഷയിലുള്ള ഒരു പൂജാരിയാണ്. ആ ബാപ്പാന്റെ കൂടെ ഇയാള് തൗഹീദ് ഇങ്ങോട്ട് കനം കൂടിയപ്പോ ബാപ്പാന്റെ കൂടെ ജീവിക്കാനാവൂല എന്ന് പറഞ്ഞ് 10-14 കൊല്ലം തറവാട്ടിൽ നിന്ന് തെറ്റിപ്പോന്ന ആളാണ്. ആ പോരിശ അയാളൊന്ന് പറയണത് കേട്ടോളൂ നിങ്ങള്. തൗഹീദിന്റെ പേരിൽ ബാപ്പാനോട് അയാൾ കാട്ടിയ ഉണ്ടാമണ്ടി. യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഞങ്ങളൊക്കെ സുന്നിയായി ജനിച്ച് സുന്നിയായി വളർന്ന് സുന്നിയായ കുടുംബത്തിൽ വളർന്ന് പിന്നെ തൗഹീദ് സ്വീകരിച്ച് പോന്ന മനുഷ്യന്മാരാണ്. പിന്നെ തൗഹീദ് സ്വീകരിച്ച് പറഞ്ഞപ്പോ എന്താ അതിന്റെ അർത്ഥം? മുമ്പ് തൗഹീദിന്റെ എതിരിലേനി. തൗഹീദിന്റെ എതിരെന്ന് പറഞ്ഞ അബൂജഹലൊക്കെ ചെയ്ത തോന്നിയാസത്തിലേനിയും. അതാണ് ഈ ഷിർക്ക് എന്ന തരങ്ങള് അബൂജഹൽ ചെയ്ത തോന്നിയാസം ഉണ്ടാക്കുക. അപ്പൊ ഈ സുന്നി എന്ന് പറഞ്ഞാൽ മക്കത്ത് അബൂജഹൽ എന്ന വഹാബിയുടെ വാദം. ബാപ്പ അങ്ങനെ ആയതുകൊണ്ട് മൗലവി എന്ത് ചെയ്തു? പെരീന്ന് പോരാൻ. 2000 മുതൽ 17 കൊല്ലായി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തപ്പെടും. അങ്ങനെ ബാപ്പഞ്ഞ് കാഫിറായ തന്റെ മകൻ മുസ്ലിം ആവുമ്പോ തറവാട്ടിന്ന് പോരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. എന്റെ ഉമ്മാനും ബാപ്പാനും കൂടെ ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങിയിട്ട് 17 കൊല്ലം പിന്നിട്ടു. 17 കൊല്ലം. ആ ബാപ്പാക്കും ഉമ്മാക്കും ഒരു ആശ്വാസം ഉണ്ടായി എന്ന് നമുക്ക് സമാധാനിക്കാം. എന്റെ മക്കൾക്ക് വല്യമാനും വല്യപ്പാനും സാന്നിധ്യം കിട്ടിയിട്ടില്ല. ഐറ്റന്റെ ഗതികേട് ബാപ്പങ്ങളായ തന്നെ ഐറ്റന്റെ ഗതികേടാ. എന്റെ ഭാര്യക്ക് അമ്മായിമാന്റെ അമ്മോശന് സാന്നിധ്യം കിട്ടിയിട്ടില്ല. പോയതെന്നേന് പറയുള്ളൂ. 17 കൊല്ലമായി വീട്ടിൽ നിന്ന് പുറത്തായി. എന്തിനിങ്ങനെ ഒരു വേറിട്ട കാഴ്ചപ്പാടുണ്ടായി? തൗഹീദിന് സുന്നീന്ന് പോന്ന് തൗഹീദ് കിട്ടി പെരീന്ന് പോന്നു. പൊന്നാനി പോയി രണ്ടാമത് സുന്നത്തുർമാൻ നടത്തിക്കോന്ന് നമുക്കറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ബാപ്പ മുശ്രിക്കാണ്, മകൻ മുസ്ലിമാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ബാപ്പാന്റെ ഒപ്പം താമസിക്കാൻ പറ്റൂല. ബാപ്പ മമ്പറത്തെ പൂജാരിയാണ്, ഷിർക്ക് സംഭവിച്ചയാളാണ്. അങ്ങനെ ഷിർക്ക് ഒരാളിൽ സംഭവിച്ച ഇസ്ലാമിന്റെ നിലപാട് എന്താ? അബൂജഹലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചിരിക്കണോ? അബൂജഹലുമായി അനന്തരെടുത്തിരിക്കണ എന്തെങ്കിലും ഇടപാടുണ്ടോ? ഇതൊന്നും കുഫറുമായി തൗഹീദിനില്ല. അതുകൊണ്ട് തന്നെ ഒരു മുജാഹിദ് മൗലവി പറയണേ, നമ്മളെ ബാപ്പാരടുത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും മക്കളടുത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും ബാപ്പാക്കും മക്കൾക്കും വേണ്ടി നമുക്ക് പൊറുക്കലിനെ തേടാം. പക്ഷേ ശിർക്ക് സംഭവിച്ച പിന്നെ പൂജാരിയായ പിന്നെ പൊറുക്കലിനെ തേടാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയാൽ, എന്റെ പ്രിയപ്പെട്ട ബാപ്പ മരിച്ചുപോയാൽ, എന്റെ ഉമ്മ മരിച്ചുപോയാൽ, അവരെന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മകൻ എന്ന നിലക്ക് കൈകളുയർത്തിയിട്ട് അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ മോന് പുറത്തു കൊടുക്കണേ. അതാണല്ലോ നമ്മൾ മയ്യത്തുസ്കാരത്തിൽ മയ്യത്തിന് മുമ്പ് കൊണ്ടേച്ചിട്ട് പറയുന്നത്, അല്ലാഹുവേ ഞങ്ങളെ അയൽവാസിക്ക്, ബാപ്പക്ക്, മകന്, ഭാര്യക്ക്, വല്യാപ്പാക്ക് പുറത്തു കൊടുക്കണേന്നല്ലേ. അതാണ് മയ്യത്തുസ്കാരം. പുറത്തു കൊടുക്കണേ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാനുള്ള അവകാശം ഒരു മുസ്ലിം എന്ന നിലക്ക് എനിക്കുണ്ട്. ഏതുവരെ? ബാപ്പ പൂജാരിയാകണേ വരെ, ബാപ്പ മുശ്രിക്കാകണേ വരെ, ബാപ്പയിൽ ശിർക്ക് സംഭവിക്കുന്നത് വരെ. അവൻ ശിർക്ക് ചെയ്തവനാണെന്ന് തിരിച്ചറിയുന്നത് വരെ, അവൻ ശിർക്ക് ചെയ്തിട്ടാണ് മരിച്ചുപോയതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല, പിന്നെ അവന് വേണ്ടി മാപ്പ് ചോദിക്കാൻ പാടില്ല. ഇത് ശിർക്കുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാർക്കശ്യമുള്ള നിലപാടാണ്. തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട അകലത്തിന്റെ അടയാളമാണ്. എന്നാൽ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഏതെങ്കിലും വഹാബികൾ നമ്മുടെ നാട്ടിലുണ്ടോ? ഏതെങ്കിലും വഹാബി പുരോഹിതനുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുനൈൻ യുദ്ധത്തിൽ ധിക്കാരം കാണിച്ച ദുൽഖുവൈസിറ എന്ന മുനാഫിഖുണ്ട്. ഹബീബായ തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ച് അവിടത്തോട് നീതി ചെയ്യണമെന്ന് ആക്രോശിച്ച അഹങ്കാരിയുണ്ട്. ആ അഹങ്കാരിയെ കുറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. യഖറഊനൽ ഖുർആന ലം യതജാവസ് തറാഖിയഹു. അല്ലാഹുവിന്റെ ഖുർആൻ ഓതി പറയുന്ന കാര്യങ്ങളെ മനസ്സ് സ്പർശിക്കാറില്ല, മനസ്സ് തൊടാറില്ല. അതല്ലേ ഈ വഹാബികളുടെ ആയത്തോത്തിൽ നമ്മൾ ഉടനീളം കാണുന്നത്. ഇതേ ഫൈസൽ മൗലവി മമ്പറത്ത് സിയാറത്തിന് പോകുന്ന ബാപ്പ പൂജാരിയാണ്, പക്ഷെ ബാപ്പ അങ്ങനെ വിളിച്ചരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വിളിക്കണില്ല എന്ന് പറഞ്ഞ ഇമ്മൗലവി ആ ബാപ്പ മരിച്ചപ്പോ ഉടനെ തലക്കും പുറത്തെത്തുകയാണ്. തലക്കും പുറത്തെത്തിയെന്ന് മാത്രല്ല മുസ്ലിമീങ്ങളെ എങ്ങക്കറിയോ, ആ ബാപ്പ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ ബാപ്പ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷാക്കട്ടെ എന്നല്ല
ആലിമാണ്, നല്ല സുന്നിയാണ്. ആ മനുഷ്യന് വേണ്ടി ആദരണീയരായ പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ ഖബർ സന്തോഷാക്കട്ടെ. ആ തങ്ങൾ പാപ്പ ആ ബാപ്പാന്റെ അടുത്ത് കയ്യും പൊന്തിച്ചു ദ്വാരക്കുമ്പോൾ അതേ പൂജാരിയായ ബാപ്പയുടെ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ഉസുറും പൊളിയില്ലാതെ ഉയരങ്ങളിലേക്ക് കൈയുയർത്തിയത് കണ്ടോ മുസ്ലിമീങ്ങളെ? യഖറഊനൽ ഖുർആന ലം യതജാവസ് തറാക്കിയഹു. ഖുർആനായ തോതിയിട്ട് പറയുന്ന ആശയങ്ങള് അവരുടെ മനസ്സ് തൊടാറില്ല, അവരുടെ കർമ്മങ്ങളിൽ അത് പ്രകടമാകാറില്ല.